ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ കാണാൻ പോകുന്നത് പകർച്ചവ്യാധികളെ എങ്ങനെ അതിജീവിക്കാം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് മലയാളത്തിൽ എലക്യൂഷനാണ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, സഹപാഠികളെ, മറ്റു മാന്യ സദസ്യരെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് പകർച്ചവ്യാധികളെ എങ്ങനെ അതിജീവിക്കാമെന്നാണ്. ഇന്ന് നമ്മയെല്ലാം ബാധിക്കുന്ന ഒരു നിർണായക പ്രശ്നമാണ് പകർച്ചവ്യാധി എന്ന് പറയുന്നത്. ഈ ലോകത്ത് അനേകം പകർച്ചവ്യാധികളുണ്ട്. ഒമിക്രോൺ, കൊറോണ, നിപ്പ, ഡെങ്കി, ഇങ്ങനെ പലതരവും. ഈ പരസ്പര ബന്ധമായ ഈ ലോകത്ത് ഒരു വൈറസിന് മണിക്കൂറുകൾക്ക് ഉള്ളിൽ ലോകമെമ്പാടും സഞ്ചരിക്കാനും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കാനും കഴിയും. COVID-19 മുതൽ ഇൻഫ്ലുവൻസ വരെ രോഗങ്ങൾക്ക് അതിവേഗം പടരുന്നു. ഇത് നമ്മുടെ മരണത്തിനും ജീവിതത്തിനും തടസ്സമാകുന്നു. പക്ഷേ എങ്ങനെയാണ് രോഗങ്ങൾ പടരുന്നത്? മനുഷ്യപ്രവർത്തനങ്ങൾ, മലിനീകരണമായ വെള്ളം, വാക്സിൻ കുത്തിവയ്പ് എടുക്കാതിരിക്കുക, പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ മുൻകരുതൽ എടുക്കാതിരിക്കുക, വായുവിലുള്ള രോഗം ഇപ്രകാരമുള്ള മനുഷ്യപ്രവർത്തനങ്ങൾ കാരണമാണ് രോഗങ്ങൾ കൂടുന്നത്. അതുമല്ല, കുട്ടികൾ ചെളിവെള്ളത്തിൽ കളിക്കുന്നത്, മഴ പെയ്യുമ്പോൾ ചെരുപ്പിട്ടുകൊണ്ട് മാത്രം നടക്കാതിരിക്കുക, ഇപ്രകാരമുള്ള കുട്ടികളുടെയും വലിയ മനുഷ്യരുടെയും പ്രവർത്തനങ്ങൾ കാരണമാണ് രോഗങ്ങൾ കൂടുന്നത്. അതിനായി നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? പൊതുസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ കൈകൾ സോപ്പിട്ട് വൃത്തിയായി കഴുകുക, ഇടയ്ക്കിടെ സോപ്പിട്ട് വൃത്തിയായി കഴുകുക, വാക്സിൻ കുത്തിവയ്പ് എടുക്കുക, മാസ്കുകൾ ധരിക്കുക, ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ രോഗങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താവുന്നതാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി നമുക്ക് ഒന്നിച്ച് തന്നെ പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യൂ. ടാറ്റാ.